Then we are moving to question number 7. Question is from work energy power. Work energy power എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ F is equal to minus du divided by dr. ഇവിടെ നമുക്കറിയാം പൊട്ടൻഷ്യൽ എനർജി is given that a function of x ആണ്. x മാത്രമല്ല yയും zഉം ആണ്. സോ u is given that a function of x, y, z ആണെങ്കിൽ നമ്മൾ അതിനെ ഓരോ ടേമിനെയും എക്സിനെ സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതായത് fx is equal to മൈനസ് ഡി യു ബൈ ഡി എക്സ്, അതായത് എക്സിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഈസ് വാരിയബിൾ, വൈയും സെറ്റും കോൺസ്റ്റന്റ് ആയി ട്രീറ്റ് ചെയ്യണം. ഇനി നിങ്ങളുടെ എഫ് വൈ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ മൈനസ് ഡി യു ബൈ ഡി വൈയിൽ വൈ മാത്രം വാരിയബിൾ, എക്സും സെറ്റും കോൺസ്റ്റന്റ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അതേപോലെ എഫ് സെഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഡി യു ഡിവൈഡ് ബൈ ഡി സെഡ് ആണ്. ഇവിടെ സെഡ് വാരിയബിൾ ആണ്, എക്സും വൈയും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇങ്ങനെ എഫ് എക്സും എഫ് വൈയും എഫ് സെഡും കണ്ടുപിടിക്കണം. ഇതാണ് നോർമൽ കണ്ടീഷൻ. ഇവിടുത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. The potential energy of a particle in a region of space is given by u is equal to 2x square plus 3y cube plus 2z. That means x ഉം y ഉം z നെയും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. The magnitude of x component of force, x component ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും എഫ് എക്സ് is equal to minus du divided by dx. അപ്പൊ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ബാക്കി y ഉം z ഉം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. സോ നിങ്ങൾ നോക്കുക, ഇവിടെ u എന്നുള്ള ടൈം എടുക്കും മൈനസ് ഡി ബൈ ഡി എക്സ് ഓഫ് 2x സ്ക്വയർ പ്ലസ് 3y ക്യൂബ് പ്ലസ് 2z 2x സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 4x എന്ന് കിട്ടും, മൈനസ് 4x. 3y ഈസ് കോൺസ്റ്റന്റ്, z ഈസ് കോൺസ്റ്റന്റ്. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും. സോ എഫ് എക്സിന്റെ വാല്യൂ മൈനസ് 4x ആയിരിക്കും. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് 0.1,2,3 ആയതുകൊണ്ട് ഇവിടെ വാല്യൂ എടുക്കുമ്പോൾ മൈനസ് 4 into 1 ദാറ്റ് വിൽ ഗിവ് മൈനസ് 4. പക്ഷേ ചോദിച്ചിരിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് ആൻസർ വിൽ ബി ഓപ്ഷൻ 3.